الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين آمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيتها النفس المطمئنة. يا أيتها النفس المطمئنة. ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي
عليكم ورحمة الله. അപ്പോൾ നീ എന്നെ തനിച്ചാക്കരുത്, ഒറ്റയ്ക്കാക്കരുത്. കൂട്ടുകാരൻ ഹൃദയത്തിൽ നിന്ന് ദുർവികാരങ്ങൾ നുരഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മോട് പറയാറുണ്ട്. ഭാര്യയോട് ദേഷ്യപ്പെടുമ്പോൾ ആ കൂട്ടുകാരൻ പറയും, അരുത്, അത് നിന്റെ സഹധർമ്മിണിയാണ്, നിന്റെ മക്കളെ നൊന്തുപറ്റവളാണ് അവൾ, അവളെ ദേഷ്യപ്പെടരുത്. ഭർത്താവിനോട് കയർക്കാൻ തുനിയുമ്പോഴൊക്കെ അപ്പോഴും പറയും, അരുത്, അവനാണ്, അവന്റെ സംതൃപ്തിയിലാണ് നിന്റെ സ്വർഗം. മാതാപിതാക്കളോട് ദേഷ്യം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടുകാരൻ പറയും, അരുത്, അള്ളാഹുവിന്റെ സംതൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ്. അങ്ങനെ നിരന്തരമായി നമ്മെ നന്മയിലൂടെ നയിച്ച ആ കൂട്ടുകാരന്റെ യാത്രയായി. ആ കൂട്ടുകാരന്റെ അന്ത്യാഭിലാഷം, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നീയും എന്റെ കൂടെ ഉണ്ടാകണമേ എന്നാണ്. മറ്റൊരു കൂട്ടുകാരനാണ് വിശുദ്ധ ഖുർആൻ. നൂറ്റാണ്ടുകളുടെ യുഗപ്പകർച്ചയിലും സംസ്കാരങ്ങളുടെ ഇളകിയാട്ടത്തിലും ഒളിമങ്ങാത്ത വർണ്ണശബളിമക്ക് ഒട്ടും മങ്ങലേക്കാത്ത മനോഹരമായ ദിവ്യഗ്രന്ഥമാകുന്നു ഖുർആൻ. എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര മഹാബുദ്ധിമാന്മാർ, എത്രയെത്ര പ്രത്യയ ശാസ്ത്രങ്ങൾ, ദാർശനികന്മാർ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ. കാലഗണനയുടെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്കൊന്നും അവ വളരുകയോ പരന്നൊഴുകുകയോ ചെയ്തില്ല. എന്നാൽ ഒരേ ഒരു ഗ്രന്ഥം, ഖുർആൻ, ആ വേദഗ്രന്ഥം എല്ലാ മതിൽക്കെട്ടുകളെയും തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുനാനാക്ക് പറഞ്ഞു, വേദങ്ങളുടെയും പുരാണങ്ങളുടെയും കാലം കഴിഞ്ഞു. ഈ ലോകത്തെ നയിക്കാൻ ഒരു ഗ്രന്ഥത്തിനാകുമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന് മാത്രമാകുന്നു എന്ന്. മാർഗരറ്റ് മാക്സ് ഒരു പാശ്ചാത്യൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ബന്ധുജനങ്ങളെല്ലാം എനിക്ക് ഭ്രാന്താണെന്ന് മനസ്സിലാക്കി. കമലാസുരയ്യ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ബുദ്ധിജീവികളെന്നും സാഹിത്യനായകന്മാരെന്നും സാംസ്കാരിക അധിപന്മാരെന്നൊക്കെ പറഞ്ഞിരുന്നവർ പറഞ്ഞു, അവൾക്കിത് ഭ്രാന്ത് പിടിച്ചു എന്ന്. അതുപോലെ മാർഗരറ്റ് മാക്സിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങൾ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ അവർക്ക് ഭ്രാന്ത് പിടിച്ചതല്ല. അവർ പറഞ്ഞു, മാർഗരറ്റ് പറഞ്ഞു, ഞാൻ ഈ വേദഗ്രന്ഥം വായിച്ചപ്പോൾ എന്നെ അത് തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ അറിയാതെ അതിലേക്കൊഴുകി. ഇസ്ലാം എന്ന് പറയുന്നത് എന്റെ ഒരു ആവശ്യമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ ഒരു ആനന്ദമല്ല, അതിനുമപ്പുറം ജീവിതത്തിന്റെ ഒരു ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ പേരിലാണ് ഈ ദർശനത്തിലേക്ക് ഞാൻ കടന്നു വന്നത് എന്ന് മാർഗരറ്റ് മാക്സ് പറഞ്ഞു. ശ്രീനാരായണൻ പറഞ്ഞു, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്, എന്നെ ഈ വേദഗ്രന്ഥം ഏറെ ആകർഷിച്ചത്, അതിൽ ജാതിയില്ല, അതിൽ കുലമില്ല, അതിൽ സമ്പന്നന് പ്രത്യേകമായ ഇടമില്ല എന്നതാണ്. എല്ലാവരെയും തുല്യമായി കാണുന്ന, എല്ലാവർക്കും തുല്യമായി പരിഗണന കൊടുക്കുന്ന വേദഗ്രന്ഥമാകുന്നു ഈ വേദഗ്രന്ഥം എന്നതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ ലോകശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വേദഗ്രന്ഥമായിട്ട് മാറി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. 1876 ഹോളണ്ടിലെ സ്വാമർദാം എന്ന് പറയുന്ന പ്രാണിശാസ്ത്രജ്ഞനാണ് തേനീച്ചയെ കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതം കണ്ടത്. തേനീച്ചകളിൽ പെൺതേനീച്ച മാത്രമാകുന്നു
അത്രേ കൂടുണ്ടാക്കുന്നതും തേങ്ങുകരുന്നതും ജോലിയെടുക്കുന്നതുമൊക്കെ. പക്ഷേ ഇത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ നാമം അൻ-നഹൽ അഥവാ തേനീച്ച എന്നാണ്. സഹോദരങ്ങളെ, ആ തേനീച്ച അതിൽ പെൺതേനീച്ചകളോടാണ് അള്ളാഹു 3 കൽപ്പനകൾ നൽകുന്നുണ്ട്. പുലി, ഫസ്ലുക്കി, ഫത്തഖിനി. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, ഈ 3ഉം പെണ്ണിനോട് അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥയിൽ ഒരു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത് നംലത്തുൻ, പെണ്ണുറുമ്പ് പറഞ്ഞു എന്ന് അവിടെ പറഞ്ഞത്. ഉറുമ്പിന്റെ ക്യാപ്റ്റൻ പെണ്ണാണ് എന്ന് ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരുപാട് കലവറകൾ. അതുകൊണ്ട് ലോക ശാസ്ത്രജ്ഞന്മാർ ഈ വേദഗ്രന്ഥത്തെ അവരുടെ ഇഷ്ടഗ്രന്ഥമായി ആവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഗിബ്ബൺ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞൻ ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു എന്ന് ഗിബ്ബനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഖുർആൻ സാർവജനീനവും സാർവലൗകികവുമായ വേദഗ്രന്ഥമാകുന്നു. മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും. പെണ്ണിന് ഇഷ്ടപ്പെടും, ആണിന് ഇഷ്ടപ്പെടും, കർഷകന് ഇഷ്ടപ്പെടും, ബുദ്ധിജീവിക്ക്, സാഹിത്യകാരന്, ചെറുകഥാകൃത്തിന്, രാഷ്ട്രീയക്കാരന് എല്ലാവരും അത് വായിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ചാണോ അത് പറയുന്നത് എന്ന് വിചാരിക്കും. ഒരു ഫെമിനിസ്റ്റ് ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ കാണുന്നു ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് പെണ്ണുങ്ങൾ എന്നാണ്, സൂറ അൻ-നിസാ. ഒരു കർഷകൻ വായിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്നു സത്യവിശ്വാസിയുടെ ഉപമ കഷതരത്തിൽ ഒരു വൃക്ഷം പോലെയാകുന്നു. അള്ളാഹു ചോദിക്കുന്നു, കൃഷിയെക്കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. പുരുഷൻ ചിന്തിക്കുമ്പോഴും പുരുഷാധിപത്യത്തിന്റെ അല്ലെങ്കിൽ പുരുഷന് മേന്മ കൊടുക്കുന്ന ഗ്രന്ഥമായിട്ട് മനസ്സിലാക്കും. ഒരു രാഷ്ട്രീയക്കാരൻ ഖുർആൻ വായിക്കുമ്പോൾ 200ഓളം ആയത്തുകൾ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. സാഹിത്യകാരനെ കുറിച്ച് പറയേണ്ടതില്ല, അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറയേണ്ടതില്ല. എന്നാൽ എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ വേദഗ്രന്ഥം ഇനിയും വായിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുക ആ വിഭാഗമാണ് നമ്മുടെ മക്കൾ, കുരുന്നുമക്കൾ. ഏറ്റവും കൂടുതൽ അവർ ആകർഷിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. എന്തുകൊണ്ട്? നിങ്ങൾ ബാലരമ മറിച്ചു നോക്കുക, ബാലഭൂമി മറിച്ചു നോക്കുക, നിങ്ങൾ മലർവാടി മറിച്ചു നോക്കുക. അതിലെയൊക്കെയും കഥാപാത്രങ്ങൾ മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ്. എന്തുകൊണ്ടാണ്? കുട്ടികൾ ആ മായാലോകത്ത് അവർ കാണിക്കുന്ന വലിയ അമാനുഷികമായ പ്രകടനങ്ങൾ അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഡിങ്കൻ ഒരു കാലഘട്ടത്തിന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു വലിയ കുട്ടികൾക്കേറെ ആകർഷകമായി തോന്നിയ അതിമാനുഷ്യനായ ഒരു കഥാപാത്രമായിരുന്നു ഡിങ്കൻ. ആരായിരുന്നു ഡിങ്കൻ എന്നറിയുമോ? ഒരു ചെറിയ എലിയായിരുന്നു ഡിങ്കൻ എന്ന് മനസ്സിലാക്കുക. കബീഷ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കുരങ്ങായിരുന്നു എന്ന് മനസ്സിലാക്കുക. പൂച്ച പോലീസ് ഒരു പൂച്ചയാണ്. അതുപോലെ തന്നെ പട്ടാളം പൊയിലിയും ഒക്കെ കുട്ടികൾക്ക് ആകർഷകമാകും എന്നതുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങുമ്പോൾ ഒരു അധ്യായത്തിന്റെ നാമം മൃഗങ്ങൾ അൽ അൻആം എന്നാണ് തിരിച്ചറിയുന്നു. ഹുദ്ഹുദ് പക്ഷിയുടെ കഥ പറയുന്നുണ്ട്. ഒരധ്യായത്തിന്റെ നാമം ഉറുമ്പ് എന്നാണ്, മറ്റൊന്ന് ആന എന്നാണ്, മറ്റൊന്ന് ചിലന്തി എന്നാണ്. അങ്ങനെ കുട്ടികളോട് അൽ ഖസസ് കഥകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഖുർആനിലുണ്ട്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഹുദ്ഹുദ് പക്ഷിയുടെ കഥ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ഒരുപാട് ദൂരെ പറന്ന് ദിവസങ്ങളോളം ഹുദ്ഹുദ് പക്ഷിയെ കാണാതെയായപ്പോൾ സുലൈമാൻ നബി ഹുദ്ഹുദിനോട് പിണങ്ങുന്നതും അങ്ങനെ ഹുദ്ഹുദ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ സുലൈമാൻ നബിയുടെ മുമ്പിൽ അപേക്ഷിക്കുന്നതും, എന്നോട് പിണങ്ങല്ലേ, എന്നോട് ദേഷ്യം പിടിക്കല്ലേ, ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം അവന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു രാജ്ഞിയെ കണ്ടെത്തി ഞാൻ അവളെ നിരീക്ഷിക്കുകയായിരുന്നു. ആരാണ് ആ രാജ്ഞി എന്ന് സുലൈമാൻ നബി ചോദിച്ചു. അങ്ങനെ ആ രാജ്ഞിയോടുകൂടെ വരാൻ ആജ്ഞാപിച്ചു. ആ രാജ്ഞി വരുന്നതിന് മുമ്പ് ആ രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ എത്തിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജ്ഞി എത്തുന്നതിന് മുമ്പ് ആ രാജ്ഞിയുടെ കൊട്ടാരം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൊട്ടാരത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ ആ രാജ്ഞി അത്ഭുതം കൊണ്ട് വല്ലാതെ വിജൃംഭിതരായി എന്നതാണ് ചരിത്രം. ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ ആകർഷകമായ വേദഗ്രന്ഥമാകുന്നു ഖുർആൻ. പക്ഷേ ഈ കഥകൾ മുതിർന്നവർക്ക് പോലും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. റമദാനിന്റെ 30 രാത്രങ്ങൾ കഴിഞ്ഞിട്ടും വിശുദ്ധ ഖുർആൻ രാവത്തി കണ്ണോടിക്കുവാൻ പോലും സമയമില്ലാത്തത്രയും വേഗതയിലാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത്. ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, മനുഷ്യ എവിടേക്കാണ് ഈ ലക്കും ലഗാനുമില്ലാത്തതിന്റെ യാത്ര? നീയൊന്ന് ചിന്തിക്കുക, നീയൊന്ന് മനസ്സിലാക്കുക. ഒരു ലോകമുണ്ട് എന്ന, നിനക്ക് മരണശേഷം ഒരു ലോകമുണ്ട് എന്ന പഠനവും പാഠവുമാണ് വിശുദ്ധ ഖുർആൻ കൊടുക്കുവാനുള്ളത്. പിന്നീട് ഈ വേദഗ്രന്ഥ
ദർശനത്തെ നാം പ്രചരിപ്പിക്കേണ്ടതുണ്ട്. മനോഹരമായ ഈ ദർശനത്തെ ലോകത്തിന് നാം കൈമാറേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ലോകത്തിന് ഇന്നും ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ലോകത്തിന് ഇസ്ലാം അറിയില്ല എന്നതിനുള്ള ഒരു രസകരമായ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഹൈദരാബാദിലേക്ക് നിങ്ങൾ കടക്കുക. അവിടെ പിസ്സ ഹട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഹലീം എന്ന് പറയുന്ന റമദാനിന്റെ സ്പെഷ്യൽ വിഭവം അവിടെ ആളുകൾക്ക് കൊടുക്കും. അത് മാംസവും ഗോതമ്പും ചേരുവയായിട്ടുള്ള ഒരു നല്ല വിഭവമാണ്. അവിടെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന വർഷങ്ങളായി ഹലീം കഴിച്ചുകൊണ്ടിരുന്ന ഹൈദരാബാദുകാർക്ക്, അതുപോലെ തന്നെ ഹലീം കൊടുത്തിരുന്ന പിസ്സ ഹട്ട് കമ്പനിക്ക് ഒരു ഐഡിയ, ഒരു ആശയം എന്താണ്, ഇതിന്റെ മാംസം ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് പച്ചക്കറി ഹലീം പരീക്ഷിച്ചാലോ എന്ന്. അങ്ങനെ അവർ വെജിറ്റബിൾ ഹലീം വിപണിയിലിറക്കി. പിറ്റേ ദിവസത്തെ ഇക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന വിഖ്യാതമായ ദിനപത്രത്തിന്റെ ഹൈദരാബാദ് എഡിഷന്റെ ഹെഡിങ് ഇതായിരുന്നു: യെറ്റ് അനദർ ബ്ലാസ്ഫമി ടു ഇസ്ലാം, ഹലീം ഇൻ വെജ്. അറിയുക, ഇതാ ഇസ്ലാം നിന്ന് വീണ്ടും സംഭവിച്ചിരിക്കുന്നു, ഹലീമിന്റെ പച്ചക്കറി ഹലീമും രംഗത്ത് എന്ന്. അഥവാ അവരുടെ ധാരണ നമസ്കാരം പോലെ, നോമ്പ് പോലെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഹലീം തീറ്റ എന്നാണ്. സഹോദരങ്ങളെ, ബുദ്ധിജീവികളാണ് ഇത് എഴുതുന്നത്. യെറ്റ് അനദർ ബ്ലാസ്ഫമി ടു ഇസ്ലാം, ഹലീം ഇൻ വെജ്. ഹലീം പച്ചക്കറി ഹലീമിന്റെ രംഗത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് പ്രതിഷേധിക്കുക. കാരണം ഇത് മുസ്ലിങ്ങളുടെ അഭിമാനമാണെന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അജ്ഞതയുടെ അന്ധകാരത്തിലൂടെയാണ് ആളുകൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രബോധകന്മാരെ നിങ്ങൾ കളിയാക്കരുത്. പ്രബോധനം അനിവാര്യമാണ്. അറിവില്ലാത്ത അജ്ഞരായിട്ടുള്ള ജനങ്ങളാണ് ലോകത്ത് മുഴുവനും ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ നല്ല സന്ദേശം പകരുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന് കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആരാധന എന്ന് പറയുന്നത് കേവലമായ ഒരു ചടങ്ങല്ല. ഇസ്ലാമിന്റെ ആരാധന അതിന് ചില ചൈതന്യമുണ്ട്. കേവലമായി നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു കേവലമായ ഒരു ആനന്ദമല്ല. യഥാർത്ഥത്തിൽ പല മതങ്ങളും ആരാധനകൾ ആനന്ദമാണ്. രുദ്രത്ത് ഭഗവതി ക്ഷേത്രമുണ്ടാക്കിയത് ആളുകൾക്ക് ആനന്ദം കൊടുക്കുവാനാണ്, ആളുകൾക്ക് അനുഭൂതി കൊടുക്കുവാനാണ്, ആളുകൾക്ക് ശാന്തി കൊടുക്കുവാനാണ്. പക്ഷേ ആ ക്ഷേത്രം പണിത ദൈവത്തിന് പോലും ശാന്തി ലഭിക്കാതെ ആത്മഹത്യ ചെയ്തതാണ് ഞാൻ ഇന്നുകൾ കണ്ടത്. ഇതേതെങ്കിലും ഒരു മതത്തിന്റെ കുഴപ്പമല്ല. ഇത് ഹിന്ദുക്കളിലും മുസൽമാന്മാരിലും ക്രൈസ്തവന്മാരിലും ഒക്കെ ഇത്തരം തട്ടിപ്പുകാരായിട്ടുള്ള ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഒരുപാട് തട്ടിപ്പന്മാരുണ്ട്. അതിനെ എതിർക്കുവാൻ സത്യവിശ്വാസികളായ, ഏകദൈവ വിശ്വാസികളായ നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മുഴുവൻ കപടമതത്തിന്റെ ആളുകളെയും, മുഴുവൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് വയറു നിറക്കുന്നവർക്കെതിരെയും ശബ്ദിക്കേണ്ട ബാധ്യത എന്റെയും നിങ്ങളുടേതുമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. പടച്ചവനോടുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പടപ്പുകളോടുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്ന് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അവർക്ക് ഇഷ്ടമുള്ളതോടൊപ്പം അവർ ബാക്കിയുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനാഥനും അഗതിക്കും അതുപോലെ തന്നെ ബന്ധനസ്ഥനുമൊക്കെ അവരുടെ സമ്പത്ത് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമ്പത്ത് പാവപ്പെട്ടവനെ കണ്ടില്ലെന്ന് നടിക്കുന്ന പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെ ഗുരുതരമാണ്, ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും പണക്കാരനോട് ഇസ്ലാം അകന്ന ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. അവരെ ബൂർഷകൾ എന്ന് വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല. അവരാണ് ഇവിടുത്തെ പാവപ്പെട്ട യതീംഖാനകളും ഇവിടുത്തെ പള്ളികളും മദ്രസകളും ഒക്കെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ സമ്പന്നന്മാർ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്വന്തത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുക, അവരുടെ സമ്പത്ത് അവർക്ക് മാത്രമായി ഉപയോഗപ്പെടുത്താതിരിക്കുക, ഇവിടുത്തെ പാവങ്ങളെയും അനാഥരെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഒരാളെയും സംബന്ധിച്ചിടത്തോളം, ഒരു സമ്പന്നനെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമാവുകയില്ല. ആ അർത്ഥത്തിലുള്ള ആരാധനയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത്. പട്ടിണിക്കാരെ കാത്തിരിക്കുക, പാവപ്പെട്ടവരെ, അശരണക്കാരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വിളവൊന്ന് വിളഞ്ഞോട്ടെ, നിങ്ങൾക്കും പണമുണ്ടാകും എന്ന കാഴ്ചപ്പാടല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. 300ഓളം വരുന്ന സഹാബത്ത് മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ അൻസാറുകളോട് പ്രവാചകൻ പറഞ്ഞു, ഉടനെ നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന്. ഇതാണ് ഇസ്ലാമിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് ഒരു പാശ്ചാത്യ ദാർശനികൻ പറഞ്ഞു. The poor must wait, the hungry must wait. This is the modern theory of development. But in Islam, the needy cannot wait. The needy cannot wait. We have to share our existing cake. ഒരിക്കലും പട്ടിണിക്കാരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പാവപ്പെട്ടവരെ കാത്തിരിക്കുക, നിങ്ങൾ ഒരു കാലത്ത് പണക്കാരാകും എന്ന മോഡേൺ സയൻസിന്റെ അല്ലെങ്കിൽ ആധുനിക മോഡേൺ തിയറി ഓഫ് ഡെവലപ്മെന്റിന്റെ അഥവാ വികസനത്തിന്റെ ആധുനിക ശൈലിയല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഉടനെ തന്നെ കയ്യിലുള്ളത് ഷെയർ ചെയ്യുവാനുള്ള ഒരു കാഴ്ചപ്പാട്, അഥവാ
ആ അർത്ഥത്തിൽ നാം വളരേണ്ടതുണ്ട്. പണക്കാരനും പാവപ്പെട്ടവനും ആ അർത്ഥത്തിൽ വളരേണ്ടതുണ്ട്. ഇനി കല്യാണങ്ങളുടെ മാമാങ്കങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തൊക്കെയാണ് സുബ്ഹാനല്ലാഹ് മുസ്ലിം സമുദായം വിവാഹത്തിന്റെ പേരിൽ ധൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും ലോകത്താണ്. വസ്ത്രലോകങ്ങൾ എത്രയോ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു തരം ഫാഷന്റെയും ഒരു തരം ആഭാസത്തിന്റെയും ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നല്ല അച്ചടക്കമുള്ള ഒരു സമുദായമായി എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിയേണ്ടതുണ്ട്. പടച്ചവന്റെ തൃപ്തി ഞാനും നിങ്ങളും കാക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാം ഒരിക്കലും സൗന്ദര്യത്തിനെതിരല്ല. ഇസ്ലാം ഒരിക്കലും നല്ല വസ്ത്രം ധരിക്കുന്നതിനെതിരല്ല. ഇസ്ലാം ഒരിക്കലും നല്ല കുപ്പായം ധരിക്കുകയോ നല്ല ചെരുപ്പ് ധരിക്കുന്നതിനെയോ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറം കടന്നുകൊണ്ട് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് തീർച്ചയായും അപകടം ചെയ്യും എന്നറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, പടിഞ്ഞാറിൽ ഒരു പുതിയ പഠനം നടക്കുന്നുണ്ട്. എന്താണ് പഠനം എന്നറിയുമോ? പടിഞ്ഞാറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് റമദാൻ ആൻഡ് പൊളിറ്റിക്സ് എന്നാണ്. റമദാനും രാഷ്ട്രീയവും. ആ ഒരു കൂട്ടം ലേഖകന്മാർ, ഒരു കൂട്ടം ഗവേഷകന്മാർ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ? ഇസ്ലാം കൂടുതൽ ജനകീയമാകുന്നു, ജാഗ്രത. ലോകത്ത് ഏതെങ്കിലും സമുദായത്തിന്റെ, ഏതെങ്കിലും ഹിന്ദുക്കളുടെയോ ക്രൈസ്തവന്മാരുടെയോ ജൂതന്മാരുടെയോ ബൗദ്ധന്റെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു അനുഷ്ഠാനം ലോകത്ത് മറ്റാരും അനുഷ്ഠിക്കുന്നില്ല. പക്ഷേ റമദാൻ, അതിന്റെ ഇഫ്താർ മീറ്റുകൾ ലോകത്തെ ഹിന്ദുക്കളും ക്രൈസ്തവരും ബുദ്ധരും ദൈവമില്ലെന്ന് പറയുന്നവരും എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്നു. അതുകൊണ്ട് ജാഗ്രത. ഇസ്ലാം കൂടുതൽ ജനറലൈസ് ചെയ്യുന്നു. ഇസ്ലാം കൂടുതൽ പോപ്പുലർ ആകുന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പാശ്ചാത്യൻ സയനിസ്റ്റുകൾ ലോകത്തോട് പറയുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇതിന് മറുപടി? ഇതിന് മറുപടി ഒരിക്കലും ബോംബോ വാളോ അല്ല സഹോദരങ്ങളെ. നമ്മുടെ മുരടൻ സ്വഭാവം ഈ ദർശനത്തിലേക്ക് കടന്നു വരാൻ മറ്റു പലരെയും തടസ്സം നിർത്തുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ജനമധ്യത്തിലേക്ക് ഇറങ്ങുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തെ ഹിന്ദുവിനെയും നമ്മുടെ അയൽപ്പക്കത്തെ ക്രൈസ്തവനെയും നമ്മുടെ അയൽപ്പക്കത്തെ രാഷ്ട്രീയക്കാരനെയും നമ്മുടെ അയൽപ്പക്കത്തെ ദൈവമില്ലെന്ന് പറയുന്നവരെയും ഒക്കെ സ്നേഹത്തോടുകൂടി തലോടുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഞാനും നിങ്ങളും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ ശത്രുക്കളുടെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായ പ്രകടനമായി മാറുന്നത്. ആ അർത്ഥത്തിലുള്ള പ്രതികരണങ്ങളാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെതിരെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഭ്രാന്തന്മാരുടെ, അത് അക്രമികളുടെ, അത് കൊള്ളരുതാത്തവരുടെ ഒരു കൂട്ടായ്മയാണ്. വലിയ വലിയ ഭീകരവാദികളുടെ ഇടമാണ് ഇസ്ലാം എന്ന് ലോകത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരൊറ്റ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു യുവാവ്, ഗോപിനാഥൻ പിള്ളയുടെ മകൻ, അദ്ദേഹം ഗുജറാത്തിലേക്ക് പോയി ഒരു മുസ്ലിം ടീച്ചറെ വിവാഹം കഴിച്ചു. 2-3 മക്കളുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഗോപിനാഥൻ പിള്ള എന്ന തന്റെ അച്ഛനെ കാണുവാൻ വേണ്ടി പേരുമാറിയ ജാവേദ് ഷെയ്ഖ് എന്ന് പേരുമാറിയ ഈ പ്രാണേഷ് കുമാർ ആ നാട്ടിലേക്ക് വന്നു. അങ്ങനെ അച്ഛനെ കണ്ടിട്ട് തിരിച്ചു പോകവേ ബോംബെയിൽ വെച്ച് ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ചു മുമ്പ് അറസ്റ്റ് ചെയ്ത ഇഷ്റത്ത് എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയെയും അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത 2 പേരെയും കൂടി 2004 അഹമ്മദാബാദിന്റെ തെരുവീതികളിൽ ഈ 4 പേരെയും നെഞ്ചത്തേക്ക് നിറയൊഴിച്ചിട്ട് ആ വഴിയോരത്ത് അവരെ കിടത്തിയിട്ടിട്ട് ഒരു വാടകക്ക് കാറ് കൊണ്ടുവന്നിട്ടിട്ട് അതിൽ ഒരുപാട് വെടിക്കോപ്പുകളും ബോംബുകളും നിറച്ചു വെച്ചിട്ട് ലോകത്തെ മുഴുവൻ മീഡിയകളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ലഷ്കർ-എ തൊയ്യബയിൽപ്പെട്ട ഭീകരവാദികളെ ഞങ്ങൾ കൊന്നിരിക്കുന്നു, ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നവരാണ് ഇത് എന്ന്. ലോകത്തിന്റെ മീഡിയകൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇസ്ലാം ശത്രുക്കളാണ് എന്നതുകൊണ്ട് ഇത് മനോഹരമായിട്ട് അവർ ആഘോഷിച്ചു. പക്ഷേ ഈ അടുത്ത് 1 മാസം മുമ്പാണ് ലോകത്തിലെ ഗുജറാത്ത് മജിസ്ട്രേറ്റ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഇഷ്റത്ത് ജഹാനും അതുപോലെ തന്നെ പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ജാവേദ് ഷെയ്ഖുമൊന്നും യഥാർത്ഥ കുറ്റവാളികളോ ലഷ്കർ-എ തൊയ്ബയിൽപ്പെട്ട ആളോ അല്ല, മറിച്ച് വളരെ ആസൂത്രിതമായി മുസ്ലിം യുവാക്കളെ കൊന്നൊടുക്കിയിട്ട് ഇവരെ ഭീകരവാദികളാക്കുന്ന തന്ത്രമാണ് ഗുജറാത്ത് പോലീസ് ചെയ്തത് എന്ന് ഗുജറാത്തിലെ തന്നെ മജിസ്ട്രേറ്റ് പറയുമ്പോൾ സഹോദരങ്ങളെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിക്കുക. ഇതിന് പ്രത്യുപകാരം ചാവേറുകളായി പൊട്ടിത്തെറിക്കലല്ല. ഇതിന്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമൊക്കെ ഉയർന്ന തലത്തിലേക്ക് പഠിച്ചു വളർന്ന് ഉയർന്ന പോസ്റ്റുകളിലേക്ക്, ഈ പോസ്റ്റുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുവാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടന്നാൽ തീർച്ചയായും ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ കയ്യിലാണ് ഭാവി എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞു, അൻതുമുൽ അഅലൗ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതൻ എന്ന്. അധർമ്മത്തിനെതിരെ അസത്യത്തിനെതിരെ ശക്തിയായി പ്രതികരിക്കുക. മുൻതദിർ അസ്സൈദിനെ പോലെ. സഹോദരങ്ങളെ, മുൻതദിർ അസ്സൈദിന്റെ
ഭീകരയുടെ ഈറ്റില്ലമായ ഇറാഖിനെ ചവച്ചു തുപ്പുകയും അവിടുത്തെ പെൺമക്കളെയും കുട്ടികളെയും അറുകൊല ചെയ്യുകയും ചെയ്തിട്ട് ഈ യാങ്കി ഭീകരൻ വന്നിട്ട് പറയുന്നു, ശരി ഞാൻ വിട പറയുകയാണ്, ഇറാഖിലെ ജനങ്ങളെ സമാധാനമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹൃദയത്തിൽ ഒരല്പമെങ്കിലും പ്രതികാരമുള്ളവൻ ചെരുപ്പല്ല മറ്റെന്തെങ്കിലും എടുക്കും. പക്ഷേ മുൻതലിർ അഷേഖ് കയ്യിൽ നിന്ന് കൈകൊണ്ട് തന്റെ കാലിലെ ഷൂ ഊരിയിട്ട് കടന്നുപോടാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് ലോക പോലീസിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അതൊക്കെ ഒരു ബോംബായിരുന്നില്ല, അതൊരു വാളായിരുന്നില്ല. അതുകൊണ്ട് ലോക പോലീസ് സമയുന്ന പ്രസിഡന്റിന്റെ മുഖം കരിവാടിക്കുമെന്നോ അല്ലെങ്കിൽ ചാകുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, കൽച്ചീടുകളെ പോലെ ഒരു പ്രതികരണമാണ്. ലോകത്ത് ബദർ വിജയം കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടിയ വിജയമായിരുന്നു ഇത് എന്ന് യൂസുഫ് അൽ കർലാവി പറയുകയുണ്ടായി. നാളെ ഈ ഷൂ അള്ളാഹുവിനോട് പരാതി പറയും എന്ന് ഹാസ്യാത്മകമായി ഷെയ്ഖ് യൂസുഫ് അൽ കർലാവി പറഞ്ഞു. മുൻതലിർ അഷേഖ് ഞാനാകുന്ന ഈ ഷൂവിനെ ആ വൃത്തികെട്ടവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവെ നിന്നോട് പരാതി പറയുന്നു എന്ന് ഷൂ പോലും അള്ളാഹുവിനോട് പരാതി പറയും എന്ന് ഹാസ്യാത്മകമായി ഷെയ്ഖ് യൂസുഫ് അൽ കർലാവി പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അധർമ്മത്തിനെതിരെ പ്രതികരിക്കുക. പറഞ്ഞു. പടിഞ്ഞാറെന്നും പാശ്ചാത്യനെന്നും പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ മനുഷ്യർ നല്ല മനുഷ്യരാണ്, അവിടുത്തെ മക്കൾ നല്ല മക്കളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാണവർ. മറിച്ച് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന യാങ്കി സയൻസ് ഭീകരന്മാരെ കുറിച്ചാണ് പടിഞ്ഞാറെന്നും പാശ്ചാത്യനെന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥം വെക്കുന്നത്. ആ പടിഞ്ഞാറും അതുപോലെ തന്നെ ആ പാശ്ചാത്യനും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെ പ്രതികരിക്കുവാൻ, ആ ധർമ്മത്തിനെതിരെ പ്രതികരിക്കുവാൻ യുവാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. പടിഞ്ഞാറിന്റെ കുഴപ്പം നിസാമെ ജംഹൂരി അവിടുത്തെ വ്യവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ കുഴപ്പം എന്താണെന്നറിയുമോ? അന്ധമായ അനുകരണമാണ്. അന്ധമായ അനുകരണവും അന്ധമായ അടിമത്വവുമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് യുവാക്കളോടാണ് പറയാനുള്ളത്, യുവാക്കളെ, നിങ്ങൾ ഉണരുകയും അധർമ്മത്തിനെതിരെ പ്രതികരിക്കുകയും വിവേകപൂർണമായ പ്രതികരണം നടത്തുകയും ചെയ്യുക. പഠിക്കുകയും ഉയരുവാൻ ശ്രമിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം എന്റെ യുവതികളോട്, സഹോദരികളോട്, സ്ത്രീകളോട് പറയുവാനുള്ളത്, നിങ്ങളെ അടുക്കള പുഴുക്കളായും നിങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. നാരികൾ നാണം കുടുങ്ങികൾ, വിശ്വവിപത്തിൻ നാരായ വേരുകൾ. നാരികൾ നാണം കുടുങ്ങികളാണ് ഈ ഭൂമിയിലെ മുഴുവൻ കലാപവും നിങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാണ് വൈലോപ്പിള്ളി പാടിയത്. ഞാൻ അല്പം മാറ്റിയിട്ട് അതിങ്ങനെ പാടാൻ ആഗ്രഹിക്കുകയാണ്. നാരികൾ നാഥന്റെ പെണ്ണുങ്ങൾ, വിശ്വവിരുന്നൻ അടുക്കളക്കാരികൾ. സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വിരുന്നൂട്ടുന്ന അന്നദാനേശ്വരികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കള ഒരു വലിയ അടുക്കളയിലും ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അധർമ്മത്തിനെതിരെ, യാങ്കി ഭീകരതക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് പ്രതികരണം ആരംഭിക്കുക. നിങ്ങൾ ലോകത്തെ കുറിച്ച് വായിക്കുക, ലോകത്തെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് പുതിയ മുൻതലിർമാരെ സൃഷ്ടിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മടിത്തട്ടിലാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. പുതിയ തലമുറ നിങ്ങളുടെ മടിത്തട്ടിൽ വളരുമ്പോൾ അവരെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എന്റെ മാതാപിതാക്കളോട് പ്രവാചകന്റെ ശക്തമായ ഒരു ശാസന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അക്രിമൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ റെസ്പെക്ട് ചെയ്യുക. അക്രിമൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കുക. മക്കളെ നിസ്സാരമായി കാണരുത്. അവർ നാളത്തെ മഹാത്മാഗാന്ധിമാരാണ്, അവർ നാളത്തെ ബുഹാരിമാരാണ്, അവർ നാളത്തെ മുൻതലിർമാരാണ്, അവർ നാളത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരാണ്, അവർ നാളത്തെ വലിയ പ്രഭാഷകന്മാരാണ്, അവർ നാളത്തെ പുതിയ പ്രബോധകന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കുക. അവസാനമായി എനിക്ക് മുതിർന്നവരോടാണ് പറയുവാനുള്ളത്, നിങ്ങൾ കുറെ കൂടി പക്വത കൈവരിക്കുകയും നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ വളർന്നു വരുന്ന തലമുറയെ സാന്ത്വനത്തോടുകൂടി ശാസിക്കുകയും ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൈമാറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാത്തിനുമപ്പുറം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കുക. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒന്നാവുക. നിങ്ങൾ എല്ലാവരും ഐക്യത്തോടുകൂടി അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക. നിങ്ങൾ ഒന്നാവുക. ഏതെങ്കിലും ഒക്കെ കൈക്കട്ടിന്റെയും കുനൂത്തിന്റെയും ഒക്കെ പേരിൽ നിങ്ങൾ പരസ്പരം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അല്ലാഹു ഏകനാകുന്നു, അവൻ മഹാനാകുന്നു എന്ന വലിയ ആ അർത്ഥത്തിലുള്ള അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന്റെ കൊടിക്കു കീഴിൽ നമുക്കൊന്നാവുക. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരിക. തൊപ്പി
വെച്ചത് കൊണ്ട് മുസ്ലിം ആവുകയില്ല, താടി വെച്ചത് കൊണ്ട് മുസ്ലിം ആവുകയില്ല. നമസ്കരിക്കുന്ന സമയത്ത് ഇസ്ലാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മറ്റൊരു ജീവിതം, നമസ്കരിക്കുന്ന സമയത്ത് ഇസ്ലാം, കല്യാണ സമയത്ത് വേറൊരു മതം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മുഴുവൻ ജീവിതവും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു മുഖ്ലിശീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 30 രാത്രങ്ങൾ അള്ളാഹുവിനെ ഭയന്നും രാത്രിയും പകലും ഭേദമന്യേ പടച്ചവനെ ദിക്ർ ചെയ്തും വിശുദ്ധ വേദഗ്രന്ഥം പാരായണം ചെയ്തും നാഥ ഞങ്ങൾ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയുണ്ടായി. കരുണാവാരിധിയായ നാഥ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ആഗ്രഹം സ്വർഗമാണ് റഹ്മാനെ, നരകത്തിൽ നിന്നുള്ള മോചനമാണ് റഹ്മാനെ. നീ ഞങ്ങൾക്ക് സ്വർഗം തരണമേ റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് നോമ്പുകാരെല്ലാവരും കടന്നു പോകുമ്പോൾ നീ ഞങ്ങളെ പിടിച്ചു മാറ്റരുത് റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാർ മുഴുവൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നീ ഞങ്ങളെ പിടിച്ചു മാറ്റരുത് റഹ്മാനെ. സ്വർഗത്തിൽ ഞാൻ മാത്രമല്ല കടക്കേണ്ടത്, എന്റെ ഭാര്യയും മക്കളും ഒക്കെ കടക്കേണ്ടതുണ്ട്. പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബമൊക്കെയും സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള സൗകര്യം ചെയ്തു തരണമേ റഹ്മാനെ. ഞങ്ങളിൽ പല പിതാക്കളും വല്ലാത്ത വിഷമത്തിലാണ്, പല മാതാക്കളും വല്ലാത്ത വിഷമത്തിലാണ്. എന്താണ് അവരുടെ വിഷമം? ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, മാതാപിതാക്കൾ ദൈവബോധമുള്ളവരാണ്, പക്ഷേ മക്കളുടെ വളർച്ച അവരെ ആശങ്കപ്പെടുത്തുന്നു. അള്ളാഹുവേ, പൊരുത്തം കെട്ട മക്കളെ നീ ഞങ്ങൾക്ക് ആർക്കും നൽകരുത് റഹ്മാനെ. പടച്ചവനെ, മക്കളെ കൊണ്ട് നീ ഞങ്ങൾ ആരെയും അപമാനിക്കരുത് റഹ്മാനെ. അതെന്റെ മകനാണ്, അതെന്റെ മകളാണെന്ന് ലോകത്തോട് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയാൻ തക്ക രൂപത്തിൽ അവരെ നീ വളർത്തുകയും ഉയർത്തുകയും ചെയ്യണമേ റഹ്മാനെ. ഫാഷന്റെയും സ്റ്റൈലിന്റെയും പേരിൽ ആഭാസ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മക്കൾ. പടച്ചവനെ, അവർക്ക് നീ വിവേകം നൽകണമേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പെൺമക്കൾക്ക് നല്ല ഭർത്താക്കന്മാരെ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ആൺമക്കൾക്ക് നല്ല ഇണകളെ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരണശയ്യയിലാണ്, രോഗശയ്യയിലാണ്. പടച്ചവനെ, അവർ ഞങ്ങളുടെ വീടിന്റെ വെളിച്ചമാണ്, അവർ ഞങ്ങളുടെ നാടിന്റെ വെളിച്ചമാണ്, അവർ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ വെളിച്ചമാണ്. പടച്ചവനെ, നീ എത്രയും പെട്ടെന്ന് അവരെ വിളിക്കരുത് റഹ്മാനെ. അവർക്ക് ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് നൽകണമേ റഹ്മാനെ. അവരുടെ ഉപദേശ പ്രതികരിക്കുവാനുള്ള മാനസിക ഉയർച്ച മുതിർന്നവർക്ക് നൽകണമേ റഹ്മാനെ. ഐക്യത്തോടെ ഒന്നാവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നീ ഞങ്ങളെ ഒന്നാക്കണമേ റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണമേ റഹ്മാനെ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ കഷ്ടപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഞങ്ങളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അവരെ വിവേകപൂർവ്വം ബുദ്ധിപരമായി അവരുടെ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുവാനുള്ള ബുദ്ധിപരമായ തരയണമേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഹൃദയത്തിൽ നീ കാരുണ്യം ഇട്ടുകൊടുക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് യാത്രയാകുവാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജീവിതം മുഴുവൻ ഒരുപാട് ദുരന്തങ്ങളുടെയും ഒരുപാട് പരീക്ഷണങ്ങളുടെയും ഇടമാണ്. ഈ പരീക്ഷണങ്ങളിൽ നീ ഞങ്ങൾക്ക് കൂട്ടാകണമേ റഹ്മാനെ. പടച്ചവനെ, നീ ഞങ്ങളെ കൂടെയുണ്ടാകണമേ റഹ്മാനെ. നീ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരെയും ഭയമില്ല പടച്ചവനെ. നീ കൂടെയില്ലെങ്കിൽ ഞങ്ങൾ ആരെയും ഭയപ്പെട്ടിട്ട് കാര്യവുമില്ല പടച്ചവനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ النفاق والمنافقين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم إنا نسألك الجنة، اللهم إنا نسألك الفردوس الأعلى. اللهم هون علينا سكرات الموت، اللهم هون علينا سكرات الموت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله. الله أكبر، الله أكبر، ولله الحمد. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.